ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 51-ാം വാക്യം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയും സമാധാനവും. Praise the Lord. Praise the Lord. Hallelujah. 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 യേശുക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടായ്മയിൽ പങ്കാളികളാകാൻ കർത്താവ് തെരഞ്ഞെടുത്ത സമയമാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം തിരുലിഖിതത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ അവിടെ നിങ്ങളുടെ മധ്യേ യേശു ഉണ്ട്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഒരു വ്യക്തിയുടെ അനുഭവം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് സെറിൻ സെബാസ്റ്റ്യൻ. ഞാൻ ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് ഇടവകയിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ വർഷം പാലായിൽ നടന്ന കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. പാലായിൽ ഭരണങ്ങാനത്തിൽ അഭിഷേകാഗ്നി ഭരണങ്ങാനം കൺവെൻഷനിൽ പങ്കെടുക്കാൻ ഈശോ സ്പെഷ്യലായിട്ട് അനുഗ്രഹിച്ച് അങ്ങനെ അവർ കൂടാൻ ഇടവന്നു. ആ സമയത്ത് 13 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട് പണിക്ക് വേണ്ടിയിട്ട് ഹൗസിംഗ് ലോൺ എടുത്തിരുന്നു. അത് ആദ്യമൊക്കെ തുടർച്ചയായിട്ട് അടയ്ക്കുന്നുണ്ടായിരുന്നു. തുടർന്നൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതിനെ തുടർന്ന് അത് അടച്ചു തീർക്കാൻ അത് തവണ മുടങ്ങിപ്പോയി. പിന്നീട് അടച്ച മുതലിനേക്കാൾ ഇരട്ടി തുകയായി അടച്ചു തീർക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി. പാലയിൽ ആ കൺവെൻഷൻ നടക്കുന്ന അവസ്ഥയിൽ ഈ ഒരു നിയോഗം ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ഞാനങ്ങനെ പ്രാർത്ഥിക്കുന്നു. വീട്ടിലെ ദുഃഖം കുട്ടിയെ അലട്ടി. അതുകൊണ്ട് കുട്ടി കുടുംബത്തിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് അതങ്ങോട്ട് സമർപ്പിച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ച്. അത് കർത്താവ് അങ്ങനെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. 55-ാം സങ്കീർത്തനത്തിൽ 22-ാമത് വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് അത് ഏറ്റെടുക്കും. അത് കടബാധ്യതയാണെങ്കിൽ കുട്ടിക്ക് അത് വീട്ടിൽ വലിയ വിഷമം തോന്നിയത് കടബാധ്യത അതങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവ് നിങ്ങൾ ഏറ്റെടുത്തെന്ന് പറഞ്ഞു. വീട്ടിലെ കാര്യം അറിയത്തില്ലായിരുന്നു. പക്ഷേ ധ്യാനത്തിൻ്റെ 3-ാം ദിവസം വീട്ടിൽ നിന്ന് എന്നെ വിളിക്കുമ്പോൾ ഞാൻ അറിയുന്ന കാര്യം ഹൗസിംഗ് ലോൺ എഴുതി തള്ളി എന്നതാണ്. ധ്യാനം തീർന്നിട്ടില്ലായിരുന്നു. ഹല്ലേലൂയ. എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എഴുതി തള്ളാതിരിക്കാൻ പരമാവധി നോക്കുന്ന ആളുകളെ നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ അവർക്ക് ആ പ്രാർത്ഥന മറുപടി ദൈവങ്ങൾ കൊടുത്തപ്പം പിന്നെ പിടിച്ചു വെക്കാൻ പറ്റില്ല. കംപ്ലീറ്റ് അങ്ങോട്ട് എഴുതി തള്ളി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവിടെ അങ്ങോട്ട് ഇടപെട്ട് അങ്ങോട്ട് അത്ഭുതകരമായി ഇടപെട്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആ സമയത്ത് ഞാൻ TTC സെക്കൻഡ് ഇയർ പഠിക്കുകയായിരുന്നു. അപ്പോൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാലും കേരള ടെറ്റ് എന്നൊരു പരീക്ഷ പാസ്സാവാതെ ജോലി കിട്ടത്തില്ല എന്നൊരു നിയമം വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഒരു നിയോഗവും കർത്താവിൻ്റെ സന്നിധിയിൽ വിട്ടുകൊടുത്ത് പരീക്ഷ എഴുതിയിട്ടില്ല. പരീക്ഷ ഡേറ്റ് ഒന്നും അറിയിച്ചിട്ടില്ലായിരുന്നു. ഏപ്രിൽ മാസം പരീക്ഷ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ നടന്നില്ല. ജൂൺ മാസം ആന്ധ്രാപ്രദേശിലേക്ക് എനിക്ക് ജോലി കിട്ടി പോകേണ്ടി വന്നു. ജൂലൈയിൽ പരീക്ഷയുണ്ടെന്ന് അറിഞ്ഞു. പക്ഷേ ഉടനെ തന്നെ ഒരു ലീവ് എടുത്ത് എനിക്ക് വരാൻ സാധിക്കത്തില്ലായിരുന്നു. തമ്പുരാൻ്റെ സന്നിധിയിൽ ആ നിയോഗവും വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ജൂൺ മാസം ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ചെയ്തിരുന്നു. എങ്കിലും ആ ഡേറ്റ് നീട്ടി വീണ്ടും ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയും ഓഗസ്റ്റ് മാസത്തിലേക്ക് പരീക്ഷ നീട്ടി വയ്ക്കുകയും ചെയ്തു. എങ്കിലും അവിടുത്തെ മാനേജ്മെൻറ്റ് ലീവ് തരാനായിട്ട് ഒട്ടും സമ്മതിച്ചില്ല. എങ്കിലും ദൈവസന്നിധിയിൽ വിട്ടുകൊടുത്ത് ഇവിടെ ആപ്ലിക്കേഷൻ കൊടുത്തു. ടെലിവിഷനിൽ അഭിഷേകാഗ്നി നടക്കുന്ന സമയത്ത് എൻ്റെ പപ്പയും അമ്മയും ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ 6:15 തൊട്ട് 8 മണി വരെ, രാത്രി 8 മണി വരെ ക്ലാസ് ഉണ്ട്. അധികമൊന്നും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനും പറ്റുന്നില്ലായിരുന്നു. എങ്കിലും ദൈവം സഹായിച്ച് ഒരാഴ്ചത്തെ ലീവ് കിട്ടുകയും ഞാൻ ഇവിടെ വന്ന് ആ പരീക്ഷ എഴുതുകയും ചെയ്തു. വളരെ ചുരുക്കം ചിലർക്ക് മാത്രം കിട്ടിയ കേരള ടെറ്റ് എന്ന പരീക്ഷ, എനിക്ക് തോന്നുന്നു 9% മാത്രമായിരുന്നു വിജയമെന്നാണ്. ആ പരീക്ഷ ദൈവം സഹായിച്ച് ഞാൻ പാസ്സായി. കർത്താവ് ഈ കുട്ടിയുടെ എളിയ പ്രാർത്ഥന, നിഷ്കളങ്കമായ നിലവിളി, ദൈവമേ ഞാനൊരു പാവമാണ് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിച്ച് ദൈവം അതങ്ങോട്ട് കേട്ട്
Praise the Lord. Praise the Lord. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. നന്ദി ഞാനെങ്ങനെ ചൊല്ലേണം ദൈവമേ നിന്നുടെ നന്മകൾക്കാൽ വാക്കുകൾ പോരാതാ ചൊല്ലാ ശക്തിയുമില്ലെനിക്ക്. നന്ദി ഞാനെങ്ങനെ ചൊല്ലേണം ദൈവമേ നിന്നുടെ നന്മകൾക്കാൽ വാക്കുകൾ പോരാതാ ചൊല്ലാ ശക്തിയുമില്ലെനിക്ക്. എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ നന്ദി നന്ദി ദൈവമേ നന്ദി. എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ നന്ദി നന്ദി ദൈവമേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി, അവിടുന്ന് വാഗ്ദാനം ചെയ്ത ഉന്നതമായ ആത്മാവിൻ്റെ അത്ഭുതകരമായ പ്രവാഹം ഈ സമയം കുടുംബങ്ങളിലേക്ക് അവിടെ നൽകുകയാണ്. യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന്റെ ശക്തിയാൽ വലിയ വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. കുടുംബങ്ങളിലേക്ക് അഭിഷേകങ്ങൾ നിറയുകയാണ്. എല്ലാ ദൈവങ്ങളും എളുപ്പപ്പെട്ട് ആഗ്രഹിക്കണം. ദൈവമേ, ഞാനൊരു ചെറിയ മനുഷ്യനാണ്. ദൈവമേ, ഞാനൊരു പാപിയാണ്. ദൈവമേ, എൻ്റെ കുടുംബത്തിൽ അങ്ങയുടെ ആവശ്യമുണ്ട്. അങ്ങയുടെ രക്ഷ എനിക്ക് ആവശ്യമുണ്ട്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഓ ദൈവമേ, അഭിഷേകം ചെയ്യണമേ, കൃപയൊഴുക്കണമേ, അഗ്നി അയക്കണമേ, സൗഖ്യം നൽകണമേ, ഉന്നത അഭിഷേകം നൽകണമേ. ഓ ദൈവമേ, അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ, അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. ആദിയിലെ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും. എല്ലാ ദൈവമക്കളും കരങ്ങളടിച്ച് വലിയ ആഗ്രഹത്തോടെ ആത്മാവിന്റെ നിറവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ, അഭിഷേകം ചെയ്യണമേ, ഉണർത്തണമേ, ജീവൻ പകരണമേ. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധന വഴിയട്ടെ പരിശുദ്ധാത്മാവേ. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധന വഴിയട്ടെ പരിശുദ്ധാത്മാവേ. മാറാതീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. മാറാതീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, കലർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. കൊടുക്കാത്തേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുക്കാത്തേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ ഇറങ്ങി വരണമേ പരിശുദ്ധമേ, തളർന്നവരെ ഉണർത്തണമേ, പുതിയൊരു ജീവൻ പകരണമേ. എനിക്ക് നൽകണമേ, അത്ഭുതമായ ശക്തിയെ വീണ്ടും എനിക്ക് നൽകണമേ, പുതിയൊരു അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കൃപ നിറയട്ടെ, ജീവന്റെ അഭിഷേകം നിറയട്ടെ. ഓരോ കുടുംബങ്ങളും അഭിഷേകം പൂർണ്ണമാകട്ടെ. ഓ മന്ദത മാറട്ടെ, മരവിപ്പെല്ലാം മാറിപ്പോകട്ടെ, വചനത്തിന്റെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, തടസ്സപ്പെടുന്ന അന്ധകാരങ്ങൾ മാറട്ടെ, ഉറുപ്പിന്റെ ചിന്തകൾ മാറട്ടെ, അവിശ്വാസ പിടകൾ മാറട്ടെ, കൃപാഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിവേ, ആരാധന ആരാധന. കുടുംബങ്ങൾ ഉണരട്ടെ കർത്താവേ, കുടുംബങ്ങളെല്ലാം അഭിഷേകം പ്രാപിക്കട്ടെ. ശക്തി അഭിഷേകം, കൃപയുടെ അഭിഷേകം, വചനത്തിന്റെ അഭിഷേകം ഇപ്പോൾ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് അറിവുള്ളവരുടെ അധപ്പതനം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അറിവുള്ളവരുടെ അധപ്പതനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായം 47-ഉം 48-ഉം തിരുലിഖിതങ്ങൾ. അവൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം ജനങ്ങളെല്ലാം അവൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായം 47-48 തിരുലിഖിതങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതകാലത്തെ ഒരു രംഗം അവതരിപ്പിക്കുകയാണ്. യേശുക്രിസ്തു ശക്തമായ വചനപ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിതാവിൽ നിന്ന് കണ്ടതും പിതാവിൽ നിന്ന് കേട്ടതും അവൻ പ്രഖ്യാപിക്കുകയാണ്. ഇതാ വലിയൊരു ജനക്കൂട്ടം അവന് ചുറ്റിലും നിന്ന് വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 കാര്യങ്ങൾ ആ സമൂഹത്തിൽ സംഭവിക്കുകയാണ്. ഒരു കൂട്ടം ആളുകൾ കൃപയ്ക്ക് മേൽ കൃപ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്, അഭിഷേകത്തിൻ്റെ മേൽ അഭിഷേകം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സാധാരണ ജനങ്ങൾ, അവകാശപ്പെടാൻ ഒന്നുമില്ലാത്തവർ, സാധാരണ ജനങ്ങൾ, സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വന്നവർ, സാധാരണ ജീവിത കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ, സാധാരണ ജനങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിലൂടെ പ്രഖ്യാപിക്കപ്പെട്ട പിതാവിൻ്റെ ജ്ഞാനം, യേശു ക്രിസ്തുവിൽ പ്രഖ്യാപിക്കപ്പെട്ട ദൈവരാജ്യ രഹസ്യങ്ങൾ മിക്കപ്പോഴും ഈ സാധാരണ ജനങ്ങളാണ് 2 കരങ്ങളും നീട്ടി ഏറ്റുവാങ്ങി അവൻ്റെ ചുറ്റിലും അവൻ്റെ വാക്കുകളിൽ മുഴുകി നിന്നിരുന്നത്. അവൻ്റെ കൃപാ വചസ്സുകൾ കേൾക്കാൻ വേണ്ടി അവൻ്റെ അടുത്തേക്ക് ഓടിക്കൂടിയിരുന്ന ഈ ജനങ്ങൾ, അവർ വലിയ മഹത്വമുള്ളവരാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് യേശു തന്നെ ഒരു ഭാഗത്ത് പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 47-ാം തിരുലിഖിതം. ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ അവ ശ്രവിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു കൂട്ടം ആളുകളെ ഇതാ ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായം 47-ാം വാക്യത്തിൽ കാണുകയാണ്. അവൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നു. വചനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, യേശുവിൻ്റെ അരികിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇവരുടെ ചിന്ത യേശുക്രിസ്തുവിനെ നശിപ്പിക്കാനുള്ള വഴികളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിൻ്റെ അറിവിൽ കുറവൊന്നുമില്ല. പക്ഷേ യേശുക്രിസ്തുവിലൂടെ പ്രഖ്യാപിക്കപ്പെട്ട ദൈവരാജ്യം സ്വീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. യേശുക്രിസ്തുവിലൂടെ പ്രഖ്യാപിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവരുടെ ആഗ്രഹം യേശുക്രിസ്തുവിനെ നശിപ്പിക്കണം. അപ്പോൾ അവൻ്റെ അരികിൽ നിന്നിരുന്നെങ്കിലും അവരുടെ ഉള്ളിൽ അവൻ അംഗീകരിച്ചിരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും ഇതുപോലുള്ള ധാരാളം ആളുകൾ ലോകത്തിലുണ്ട്. കാര്യം യേശുക്രിസ്തുവിൻ്റെ കാര്യങ്ങളിൽ എല്ലാ പഠിപ്പും എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലാണ്. പക്ഷേ യേശുക്രിസ്തുവിനെ മുഴുവനായും അംഗീകരിക്കാൻ, യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളെ മുഴുവനായും ദൈവവചനമായി അംഗീകരിക്കാൻ, യേശു പറഞ്ഞിരിക്കുന്ന വഴികളിൽ നിന്ന് അണുവിടെ വ്യത്യാസം കൂടാതെ അതിൽ നടക്കുന്നതിൽ ആനന്ദിക്കാൻ, അതിൽ താല്പര്യമില്ലാത്ത വിധം ഹൃദയം അന്ധമാക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് പ്രിയ ദൈവമക്കളെ നമ്മൾ തന്നെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അറിവുണ്ടെന്ന് വിചാരിക്കുന്ന നമ്മൾ തന്നെ ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അധപ്പതിച്ച് പോയേക്കാം. ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു പ്രധാന മേഖലയാണിത്.
ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മിൽ അങ്ങനെയുള്ള വ്യക്തികളിൽ ചില പ്രത്യേകതകൾ ഉണ്ടാവും. യേശുക്രിസ്തുവിന്റെ അരികിൽ വന്നിരുന്ന ഇവരിൽ പ്രത്യക്ഷപ്പെട്ട ചില പ്രത്യേകതകളാണ് തുടർന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നാമതായി, അവനെ അവർ നശിപ്പിക്കാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത, അവനെ അവർ ബന്ധിക്കാൻ ആഗ്രഹിച്ചു. ഇതിനെക്കുറിച്ച് നമ്മൾ കാണുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 30 മുതൽ 32 വരെയുള്ള തിരുലിഖിതങ്ങളിലാണ്. അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു, എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല. ജനക്കൂട്ടത്തിൽ വളരെ പേർ അവനിൽ വിശ്വസിച്ചു. അവർ ചോദിച്ചു, ക്രിസ്തു വരുമ്പോൾ ഇവൻ പ്രവർത്തിച്ചതിലേറെ അടയാളങ്ങൾ പ്രവർത്തിക്കുമോ? ജനക്കൂട്ടം അവനെക്കുറിച്ച് പിറുപിറുക്കുന്നത് ഫരീസയർ കേട്ടു. പുരോഹിത പ്രമുഖന്മാരും ഫരീസയരും അവനെ ബന്ധിക്കാൻ സേവകരെ അയച്ചു. അനേകം ആളുകൾ ഇവൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും ഹൃദയം കൊണ്ട് ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്തപ്പോൾ മറ്റൊരു കൂട്ടം ആളുകൾ അവനെ ബന്ധിക്കാൻ സേവകരയക്കാൻ വേണ്ടി തത്രപ്പെടുകയാണ്. അവനെ ബന്ധിച്ച് കെട്ടണം, അവനെ നിയമം കൊണ്ട് കൊടുക്കണം, അവൻ്റെ വാക്കുകളിൽ പിടിച്ച് അവനെ കൊടുക്കണം, അവനെ എങ്ങനെയെങ്കിലും അവൻ്റെ പരിപാടി ഇല്ലാതെയാക്കണം. ഈ ഒരു ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ കുൽസിത ചിന്തയോടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ദൈവത്തിൻ്റെ വചനം നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 44-ാമത്തെ തിരുലിഖിതം. അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അങ്ങനെ അവനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായി. അവനെ ചിലർ ബന്ധിക്കാൻ ആഗ്രഹിച്ചു, എന്നാൽ ആരും അവൻ്റെ മേൽ കൈകൾ വെച്ചില്ല. വീണ്ടും ഇതുപോലെ 2 കൂട്ടം ആളുകളെ കാണിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 44 തുടർന്നുള്ള തിരുലിഖിതങ്ങളിൽ. തുടർന്ന് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരീസയരും അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത്? അവനെ പിടിച്ചു കെട്ടി എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? അവനെ ബന്ധിച്ചില്ല? ഇതാണ് ചോദിക്കുന്നത്. അവർ മറുപടി പറഞ്ഞു, അവനെ പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഫരീസയർ അവരോട് ചോദിച്ചു, നിങ്ങളും വഞ്ചിതരായോ? അധികാരികളിലോ ഫരീസയരിലോ ആരെങ്കിലും അവനെ വിശ്വസിച്ചിട്ടുണ്ടോ? എന്നിട്ട് തുടർന്ന് പറയുകയാണ്, നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം ശപിക്കപ്പെട്ടതാണ്. ആ ജനക്കൂട്ടത്തെ പോലും ദുഷിക്കുകയാണ്. യേശുവിനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചെന്ന് മാത്രമല്ല, യേശു ക്രിസ്തുവിൻ്റെ കൃപാവചസ്സുകൾ കേട്ട് അതിൽ മുഴുകി യേശുവിന് ചുറ്റും നിന്നിരുന്ന ആ സാധാരണ ജനങ്ങൾ, ദൈവകൃപയുണ്ടായിരുന്ന ആ ജനങ്ങളെ പോലും ഈ ജനങ്ങൾക്കൊന്നും അറിവില്ല, ഇത് വെറും ശപിക്കപ്പെട്ട ജനക്കൂട്ടമാണ് എന്ന് പറഞ്ഞ് ജനക്കൂട്ടത്തെ പോലും നിന്ദിക്കുക, ഇകഴ്ത്തുക, ദുഷിക്കുക. യേശുവിനെ ദുഷിക്കുന്നു, യേശുവിനെ അംഗീകരിക്കുന്നവരെ ദുഷിക്കുന്നു. പ്രിയപ്പെട്ടവർ, ആരാണ് ഇത് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. നല്ല അറിവുള്ളവർ, നല്ല കഴിവുള്ളവർ, ഒരുവിധം ദൈവവചനം പഠിച്ചിട്ടുള്ളവർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ദൈവകൃപയാൽ ഉയർത്തപ്പെട്ടിരിക്കുന്നവർ ദൈവത്തിൻ്റെ വഴികളെ അറിയാതെ അതിനോട് യുദ്ധം ചെയ്യുന്ന രംഗമാണ് നമ്മൾ ഈ രംഗത്ത് കാണുന്നത്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൽ 39-ാമത്തെ തിരുലിഖിതം വചനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു, എന്നാൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാണ്ട് പിടികൂടാൻ പിന്നാലെ നടക്കുന്ന ഒരു പടസമൂഹത്തെ പോലെ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. ഇവരുടെ ഉള്ളിൽ ഇതൊരു വലിയ ബാധ പോലെ ആവസിച്ചിരിക്കുകയാണ്. യേശുവിനെ നശിപ്പിക്കണം, യേശുവിനെ പിടികൂടണം, യേശുവിനെ കൊടുക്കണം, യേശുവിനെ ബന്ധിക്കണം. ഇങ്ങനെയുള്ള ഒരു തിന്മ അവരെ പീഡിപ്പിക്കുകയാണ്. യേശു പോകുന്നിടത്തെല്ലാം ഇവർ കൂട്ടം കൂട്ടമായി പിന്നാലെ നടക്കുകയാണ്, ഈ യേശു ക്രിസ്തുവിനെ പിടികൂടാൻ, ബന്ധിക്കാൻ, നശിപ്പിക്കാൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ഇത് അങ്ങേയറ്റ രൂക്ഷമാകുന്നതാണ് കാണുന്നത്. ചില ഭ്രാന്ത് പിടിച്ചാൽ ഭ്രാന്ത് ചില സമയത്ത് ക്ലൈമാക്സിലേക്ക് വരും. ഇതുപോലെ ഈ കൂട്ടർക്ക് ഇത് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന രംഗമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 53 മുതൽ 57 വരെയുള്ള തിരുലിഖിതങ്ങൾ. അന്ന് മുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചുകൊണ്ടിരുന്നു. ബന്ധിക്കാൻ മാത്രമല്ല, ഇപ്പോൾ കൊല്ലാനുള്ള ആലോചന ആരംഭിച്ചു. അന്നു മുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് യേശു പിന്നീട് ഒരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല.
അവൻ പോയി മരുഭൂമിക്ക് അടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ ശിഷ്യരോടൊത്ത് താമസിച്ചു. ഒരു വിജന പ്രദേശത്തേക്ക് യേശു മരുഭൂമി ഒരു വിജന പ്രദേശത്തേക്ക് അവൻ നീങ്ങിപ്പോയി. ഒരിക്കലും പരസ്യമായി സഞ്ചരിക്കാൻ പിന്നെ യേശു മുതിർന്നിട്ടില്ല. അത്രയ്ക്കും ഇവരുടെ എതിർപ്പ് രൂക്ഷമായി. ഒരു കുറച്ച് വിഭാഗമുള്ളെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവർ ആ സമൂഹത്തിൽ കടന്നങ്ങോട്ട് പെരുകുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്ക് തടസ്സമുണ്ടാക്കുകയാണ്. പിന്നീട് ഒരിക്കലും യേശു യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചിട്ടില്ല. അവൻ ഒരു വിജന പ്രദേശത്തേക്ക് പോയി ശിഷ്യരോടൊത്ത് താമസിച്ചു. കാരണം അവനെ വധിക്കാൻ അവർ ആലോചന നടത്തിക്കൊണ്ടിരുന്നു. വീണ്ടും 57-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അവൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടതിന് തങ്ങളെ അറിയിക്കണമെന്ന് പുരോഹിത പ്രമുഖന്മാരും ഫരീസയരും കൽപ്പന കൊടുത്തിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്ന സാധാരണ ജനങ്ങൾ വലിയ കൃപയിൽ ദൈവത്തിൻ്റെ ജ്ഞാനം സ്വീകരിച്ച് രക്ഷയുടെ അനുഭവത്തിൽ ആഹ്ലാദിച്ചപ്പോൾ ഒരു കൂട്ടം ആളുകൾ അസ്വസ്ഥരായി, സമാധാനം നഷ്ടപ്പെട്ടവരായി, അവരുടെ ജീവിതത്തിലെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. അവർ വലിയ തരത്തിൽ ബാധ ആവസിച്ചവരെ പോലെയായി. ദൈവത്തിൻ്റെ വചനത്തിൽ പല ഭാഗത്ത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അവർ അവനെ നശിപ്പിക്കാൻ അന്വേഷിച്ചു, അവർ അവനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചു, അവർ അവനെ വധിക്കാൻ ആഗ്രഹിച്ചു, അവർ അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു, അവനെ വാക്കുകളിൽ കുടുക്കാൻ ആഗ്രഹിച്ചു, അവർ അവനെ കൊല്ലാൻ ആഗ്രഹിച്ചു. ഇങ്ങനെ യേശുക്രിസ്തുവിനെ കാണുമ്പോൾ തന്നെ യേശുക്രിസ്തുവിന് എതിരായി നശിപ്പിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രത പിടികൂടിയ ഒരു കൂട്ടം ആളുകൾ. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ പൈതലെ, ഒന്നിരുന്ന് ചിന്തിക്കണം. നിന്റെ ഹൃദയത്തിൽ യേശുക്രിസ്തുവുമായുള്ള ബന്ധം എങ്ങനെയാണ്? യേശുക്രിസ്തുവിൻ്റെ ഒരു വചനം കേൾക്കുമ്പോൾ നിന്റെ മനസ്സിലുള്ള മനോഭാവം എന്താണ്? കർത്താവിൻ്റെ സഭയിൽ ആരാധന നടത്തുമ്പോൾ കറയില്ലാതെ വചനത്തെക്കുറിച്ച് നീ വ്യാഖ്യാനങ്ങൾ വെളിപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ തോന്നുന്ന പ്രതികരണം എന്താണ്? അടിസ്ഥാനപരമായി ഞാൻ നിങ്ങൾ ഗൗരവത്തിൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണിത്. യേശയ്യായുടെ പുസ്തകത്തിൽ 47-ാം അധ്യായത്തിൽ 10-11 നിങ്ങൾ പഠിപ്പിക്കുകയാണ്, നിന്റെ ജ്ഞാനവും അറിവും നിന്നെ വഴിതെറ്റിച്ചു, ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് നീ അഹങ്കരിച്ചു, രക്ഷപ്പെടാനാവാത്ത നാശം നിനക്ക് വന്നു ഭവിക്കും എന്ന് തന്നെ വിശുദ്ധ ലിഖിതം സംശയരഹിതമായി പഠിപ്പിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഓ ദൈവമേ, അങ്ങ് ഇത്രയും കാലം എത്രയോ കരുണയോടെ അങ്ങയുടെ രക്ഷാകര വചനങ്ങൾ ഞങ്ങൾക്ക് നൽകി, അങ്ങയുടെ കൃപാ വചസ്സുകൾ ഞങ്ങൾക്ക് നൽകി, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകി. എന്നാൽ ഇന്ന് എൻ്റെ കർത്താവുമായുള്ള എൻ്റെ ബന്ധം, ഇന്ന് എൻ്റെ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ, എൻ്റെ കർത്താവിൻ്റെ വചനത്തിലെ ശുശ്രൂഷകരെ കാണുമ്പോൾ, എൻ്റെ കർത്താവിൻ്റെ സഭയെ കാണുമ്പോൾ, എൻ്റെ കർത്താവിൻ്റെ സഭയിലെ ശുശ്രൂഷകളെ കാണുമ്പോൾ പുച്ഛം, എതിർപ്പ്, പുച്ഛം, എതിർപ്പ്, പരിഹാസം, നിന്ദ, നശിപ്പിക്കാൻ തോന്നുക, കൊല്ലാൻ തോന്നുക, കലി തോന്നുക, കയർക്കുക, എതിർക്കുക, അവനിൽ കുറ്റം ആരോപിക്കാൻ നോക്കുക. ഇങ്ങനത്തെ ഒരു പ്രവണതയിലേക്ക് അടിമപ്പെട്ടു പോയോ കർത്താവ്? ദൈവമേ, എൻ്റെ ജീവിതത്തെ നവീകരിക്കണമേ കർത്താവേ. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ആരാധന, ആരാധന. ഓ ദൈവമേ, ഈ ദൈവമക്കളുടെ മേൽ അവിടുന്ന് കൃപാവരം വർഷിക്കണമേ. അനുതപിക്കാൻ കൃപ നൽകണമേ. അനുതപിക്കാനുള്ള അഭിഷേകം സമൂഹത്തിലേക്ക് ചൊരിയണമേ പിതാവേ. 2 കരങ്ങളെ ഉയർത്തി എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നു. അനുതപിക്കാൻ കൃപയേകണമേ. അനുതപിക്കാൻ കൃപയേകണമേ പിതാവേ. അനുതാപം ഞങ്ങൾക്കു നൽകണമേ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നു. അനുതപിക്കാൻ കൃപയേകണമേ. അനുതാപം ഞങ്ങൾക്കു നൽകണമേ. അനുതാപം ഞങ്ങൾക്കു നൽകണമേ. അനുതാപം ഞങ്ങൾക്കു നൽകണമേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25-ാം തിരുലിഖിതം. യേശു പ്രകാരം ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. Praise the Lord. Praise the Lord.
പാപം ചെയ്തു ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്നകന്നപ്പോൾ. എത്ര നന്മകൾ പാഴാക്കി വെറും ദോഷത്താൽ അഹങ്കാരത്താൽ. ആരെല്ലാം കൂടെ ഉണ്ടേലും വേണ്ട നേരത്ത് കൂടെ ആരുണ്ട്. എന്തെല്ലാം വേണമെന്നാലും വേണ്ട നേരത്ത് എത്ര പേരുണ്ട്. എത്രയോ പാപം ചെയ്തു ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്നകന്നപ്പോൾ. എത്ര നന്മകൾ പാഴാക്കി. ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു കർത്താവ് സജീവനായി എഴുന്നള്ളിരിക്കുന്ന ഈ സമയം ഹൃദയം നുറുങ്ങി ആരെല്ലാം ദൈവത്തെ വിളിക്കുന്നുവോ അവരുടെ എല്ലാം അരികിൽ യേശുവിൻ്റെ അത്ഭുതമുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ 18-ാം അധ്യായം 25-ാം തിരുലിഖിതം, വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്തമായും നിർമ്മലനോട് നിർമ്മലമായും നിഷ്കളങ്കനോട് നിഷ്കളങ്കമായും അവിടുന്ന് ഇടപെടുന്നു. ഈ സമയം 2 കരങ്ങൾ ഉയർത്തി എത്രമാത്രം നിഷ്കളങ്കതയോടെ യേശുവിനെ വിളിക്കാമോ അത്രമാത്രം ഹൃദയത്തുറവിയോടെ യേശുവിനെ വിളിക്കുന്നു. യേശുവേ 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 യേശുവിനെ വിളിക്കുന്നു. കുട്ടികളെ മുതിർന്നവർ യേശുവിനെ വിളിക്കുന്നു. കുടുംബങ്ങൾ യേശുവിനെ വിളിക്കുന്നു. മനസ്സ് തുറന്ന് വിളിക്കുന്നു. യേശുവേ യേശുവേ യേശുവേ